കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആഘാതത്തിൽ ക്ഷാമകാലം ഉണ്ടായിരുന്നല്ലോ യുദ്ധം കഴിഞ്ഞപ്പോൾ. 945 യുദ്ധം കഴിഞ്ഞപ്പോൾ ക്ഷാമകാലമായിരുന്നു ഇവിടെ ഭയങ്കരമാണ്.
അങ്ങനെയാണ് ജനങ്ങളൊക്കെ എല്ലാം നാടൊക്കെ വിട്ടു പോണത്. അപ്പം അതുപോലെ തന്നെ ആധ്യാത്മിക ജീവിതത്തിലും ക്ഷാമകാലം ഉണ്ടാകും. ദൈവാനുഭവം ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരവും കിട്ടാത്ത രീതിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ പോകുന്നില്ലാതെ ഒരു അടയാളം കാണാത്ത കാലം, അതിന് ക്ഷാമകാലമാണ്. പക്ഷേ ഈ ക്ഷാമകാലത്ത് പോലും ഉടമ്പടിയിൽ ആത്മാർത്ഥതയായിട്ട് ജീവിക്കുന്നവർക്ക് ഒരു പ്രസൻസ് എങ്കിലും ഫീൽ ചെയ്യും. അവർക്ക് മൊത്തം ഒരു ക്ഷാമകാലത്തേക്ക് പോകത്തില്ല. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്, എനിക്ക് എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത്, ഇതൊരു അപേക്ഷയായിട്ട് കരുതിയാൽ മതി, ആത്മാർത്ഥത കാണിക്കാൻ നോക്കണം ഉടമ്പടിയോട്. നിങ്ങളൊരു ഉടമ്പടിയാണ്, ദൈവവുമായിട്ട് ഒരു പരസ്പരമുള്ള ധാരണയിൽ ഒരു കമ്മിറ്റ്മെൻറ്റാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലൊരു കമ്മിറ്റ്മെൻറ്റ് നടത്തിയിരിക്കുകയാണ്. എന്താ അതിനെ പറഞ്ഞ പ്രതിബദ്ധത, സമർപ്പണം നടത്തിയിരിക്കുകയാണ്. അതിൽ നിങ്ങൾ കുറേ കാര്യങ്ങൾ ദൈവത്തിൻ്റെ സന്നിധി ഏറ്റെടുത്തിട്ടുണ്ട്. അതിൻ്റെ കാരണങ്ങൾ, പ്രതിബദ്ധതയുടെ കാരണങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഭൗതികം ആവശ്യമായിരിക്കരുത്, ദൈവം തന്നെയായിരിക്കണം. മനസ്സിലായോ? ഇല്ലേ? ജോലി ലഭിക്കാനോ വീട് വിൽക്കാനോ വസ്തു ലഭിക്കാനോ കടങ്ങൾ മാറാനോ, അതിൽ നിന്ന് ഉടമ്പടി വരെ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. ഉടമ്പടി കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങൾക്ക് ഭൗതിക കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. പറഞ്ഞാൽ മനസ്സിലായാലും ശ്രദ്ധിച്ച് കേൾക്കണം. കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നവർ നിങ്ങളുടെ ജോലി, കടങ്ങൾ പരിഹരിക്കുക, ജോലി കിട്ടുക, വിവാഹം കഴിക്കുക, വീട് വെക്കുക, അങ്ങനെ നിങ്ങളെ അലട്ടുന്ന പ്രശ്നം എന്താണ്, അത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നവരെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആലോചനപ്പെടാനും ആശങ്കപ്പെടാനും പറ്റും. പക്ഷെ വൺസ് യു ഗെറ്റ് ഇൻ ടു ദി കവനൻറ്റ്, നിങ്ങൾ ഒരിക്കൽ ദൈവമായിട്ടൊരു ഉടമ്പടി ബന്ധമായി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആശങ്കപ്പെടേണ്ടത് ദൈവത്തോടുള്ള ബന്ധത്തിൽ തന്നെയാണ്. എന്താണ്? എങ്ങനെ എൻ്റെ ദൈവവുമായിട്ട് ഡിവൈഡ് ഓഫ് ദി ഫിസിക്കൽ ഡിമാൻഡ്സ്, നമുക്ക് ഉണ്ടാകുന്ന മറ്റു തരത്തിലുള്ള ഭൗതിക സമ്മർദ്ദങ്ങൾക്കപ്പുറത്ത് എൻ്റെ ദൈവവുമായിട്ട് എനിക്ക് ഈ ഭൂമിയിൽ വെച്ച് സാധ്യമാകുന്ന ഏറ്റവും സുതാര്യവും ഏറ്റവും ലളിതവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തെ എങ്ങനെ പരിപോഷിപ്പിക്കാൻ കഴിയും, അതിനെന്നെ സഹായിക്കണമേ എന്നാണ് അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശ്വാസിക്കുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിശ്വാസി ഓട്ടോമാറ്റിക്കായിട്ട് അവന് ഉണ്ടാകുന്നൊരു ഗുണം എന്താണ്? പ്രത്യാശ ഉണ്ടാകും. മനസ്സിലായില്ലേ? വിശ്വാസിക്ക് വിശ്വാസം മൂത്ത് കഴിയുമ്പോഴാണ് പ്രത്യാശ വരണത്. വിശ്വാസത്തിൻ്റെ ഒരു വിഷയം എന്ന് പറയുന്നത്, ഈശോയുടെ ഒരു പ്രാർത്ഥന കേട്ടിട്ടില്ലേ? വിശ്വാസം മൂത്ത് ഈശോ പ്രത്യാശ പ്രഘോഷിക്കുന്ന ഒരു ഭാഗമുണ്ട്. എന്താണ്? പിതാവേ, അങ്ങേക്ക് എല്ലാം സാധ്യമാണ്. ഒന്ന് പറഞ്ഞ് ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം.
വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ, വിശ്വാസത്തിലും നീതിമാൻ ജീവിക്കും. വിശ്വാസി പതരാതെ, വിശ്വാസി പതരാതെ. മർക്കോസ് 14:36. മർക്കോസ് 14:36. അവൻ പറഞ്ഞു, ആബാ പിതാവേ, പിതാവേ, എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. എല്ലാം അങ്ങേക്ക് സാധ്യമാണ്. ഇത് വിഷയം, അതായത് മുമ്പേ കാണുന്ന വിഷയങ്ങൾ എന്താണ്? കർത്താവ് പറയുന്നത്, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമെന്നുള്ള ആ ദുർഘട നിമിഷങ്ങളിലും ദൈവത്തിന് അനന്ത സാധ്യതയെ പ്രഘോഷിക്കാനുള്ള സാധ്യതയാണ് വിശ്വാസം നൽകുന്നത്. വിശ്വാസത്തിൽ നിന്നാണ് ഈ പ്രത്യാശ വരുന്നത്. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളെയും വിശ്വാസം സ്നേഹത്താൽ ഈ കടുക് എണ്ണയിൽ വറയിടുന്ന പോലെ വിശ്വാസം സ്നേഹത്താൽ മൂക്കും. അതാണ് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ ഇടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട്, ഉടമ്പടിയുടെ ഇന്ധനം എന്ന് പറയുന്നത് ഇതാണ്. എന്താണ്? സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം, സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ പ്രത്യാശ. അപ്പോൾ ഇവിടുത്തെ ഇപ്പം നമ്മൾ പെട്രോൾ കൊണ്ട് പ്രവർത്തനക്ഷമമായ കാറ്, ഏവിയേഷൻ ഓയിൽ കൊണ്ട് പ്രവർത്തനക്ഷമമായ എയ്റോപ്ലെയിൻ എന്നൊക്കെ പറഞ്ഞ പോലെ സാങ്കേതിക ജ്ഞാനമാണിത്. നമ്മുടെ ഇതിലുള്ള വിശ്വാസം വരണത്, എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം, ഉടമ്പടി ഒരു പരസ്പര ബന്ധമാണല്ലേ. അപ്പോൾ ഈ പരസ്പര ബന്ധത്തിൽ ഗിയർ ചേഞ്ച് ചെയ്യും. ഫസ്റ്റ് ഗിയർ, സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയറിലോട്ട് പോകുമ്പോൾ സ്നേഹം, വിശ്വാസം, പ്രത്യാശ, സ്നേഹം. പക്ഷേ എങ്കിലും ഈ വിശ്വാസം എന്ന് പറയുന്ന ആദ്യത്തെ ഫസ്റ്റ് ഗിയറിന് അത് സ്നേഹത്തിലാണ് വർക്ക് ചെയ്യേണ്ടത്, അല്ല ബുദ്ധിയിലല്ല. വിശ്വാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ബിബ്ലിക്കൽ ഫെയ്ത്ത് എന്ന് പറയണത്, അത് ആ ബിബ്ലിക്കൽ ഫെയ്ത്ത് വർക്കൗട്ട് ചെയ്യണത് സ്നേഹത്താലാണ്. ബിബ്ലിക്കൽ ഹോപ്പ് വർക്ക് ചെയ്യണതും സ്നേഹത്താലാണ്. അപ്പോൾ ബേസിക്കായിട്ട് നമ്മുടെ മുമ്പിലുള്ള ചലഞ്ച് എന്താണ്? വാട്ട് ഈസ് അവർ ബേസിക് ചലഞ്ച്? അടിസ്ഥാനപരമായി നമ്മുടെ മുമ്പിലുള്ള ഉണ്ടാകുന്ന വെല്ലുവിളി എന്താണ്? സ്നേഹിക്കുക എന്നുള്ളതാണ്. ആരെ സ്നേഹിക്കുക? ദൈവത്തെ എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചാൽ, എൻ്റെ മക്കളെ, ഏത് പച്ചപ്പാതയിലേക്ക് നിങ്ങളെ കണ്ണും പൂട്ടി പറയാൻ പറ്റണം. എന്താണ്? ദൈവത്തെ സ്നേഹിക്കാൻ. കൈയടിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ എന്തിനാണ് നിങ്ങൾ ഉടമ്പടി എടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. എന്താണ്? ദൈവത്തെ എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളെ വിശേഷവിധിയായാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. മനസ്സിലായാലേ? എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നില്ലേ? പക്ഷെ നമ്മൾ ഉടമ്പടിയിലേക്ക് വരണത് എന്തിനാണ്? വിശേഷവിധിയായി. ഒന്ന് പറഞ്ഞേ. വിശേഷവിധിയായി ദൈവത്തെ സ്നേഹിക്കാൻ. അതെന്താ അങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താ വെച്ചാൽ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ഉത്തരം. എന്താണ് വിശേഷവിധിയായി എന്ന് പ്രത്യേകം പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. എന്താണ് വിശേഷവിധിയായി? 5:46 എടുത്ത് ശ്രുതികട. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ മഹത്വം, മഹത്വം. മത്തായി 5:46. മത്തായി 5:46. നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ, അത് പറഞ്ഞേ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ചുങ്കക്കാർ പോലും അത് തന്നെ ചെയ്യുന്നില്ലേ? ചുങ്കക്കാർ പോലും അങ്ങനെ ചെയ്യുന്നില്ലേ? സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളുവെങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ? എന്തിനാണ് ഉടമ്പടി എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ വാക്ക് പറയാം. എന്താണ്? ദൈവത്തെ
സ്നേഹിക്കാൻ. എങ്ങനെ സ്നേഹിക്കാൻ? വിശേഷവിധിയായി എന്ന് പറഞ്ഞ് വിശേഷവിധിയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കമ്പാരിസനാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഈശോയോട് പറയും അത് മറ്റുള്ളവരും ചെയ്യുന്നുണ്ടെന്ന് പറയും. നിങ്ങളെ ന്യൂട്രലൈസ് കളയും. നിങ്ങൾ എന്ത് പുണ്യപ്രവർത്തികൾ ചെയ്താലും എപ്പോഴും നിങ്ങളുടെ ഒരു പ്രതിയോഗിയെ നിങ്ങൾ മനസ്സിൽ കാണണം. പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? നിങ്ങളിപ്പോൾ ഉപവസിക്കുകയാണ്, അപ്പോൾ ഈശോ പറയും എന്താണ് ഉപവസിക്കണത്? അത് മകളെ കെട്ടിക്കുക, തീർന്ന്. ആ സാധനം ഉപവാസത്തിൻ്റെ പടി ഗ്യാസ് ഔട്ടായി. നിങ്ങൾ ഉപവസിക്കുകയാണ്, അപ്പോൾ നിങ്ങൾ ഈശോ ചോദിക്കും എന്താണ് ഉപവസിക്കേണ്ടത്? അത് മകളെ കെട്ടിക്കാൻ, തീർന്ന്. അത് ഒരു വിഷയം വെച്ച് നിങ്ങൾ ദൈവത്തിൻ്റെ സമ്മർദ്ദത്തിലാക്കുകയല്ലേ? ഒരു വിഷയം വെച്ചിട്ടേ ഞാനിവിടെ എൻ്റെ മകളെ കെട്ടിച്ചില്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് ചാകുമെന്നല്ലേ പറയണത്? ദൈവത്തെ ഭീഷണിപ്പെടുത്തിക്കണത്. എന്ന് പറഞ്ഞാൽ ചെയ്യണമെന്നല്ല അല്ല. നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാർക്കിടുമ്പോൾ മറ്റ് ചോദ്യങ്ങൾക്ക് നിങ്ങൾ എന്ത് ഉത്തരം പറഞ്ഞെന്ന് കൂടി ഈ മാർക്കിടുന്ന ആളെ നോക്കും. പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാകണം. ഒരു ചോദ്യത്തിന് മാർക്കിടുമ്പോൾ മറ്റ് ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ എന്ത് മാർക്കിട്ടെന്ന് കൂടി മാർക്കിടുന്ന ആളെ നോക്കും. എന്താ കാര്യം? ഈ ചോദ്യത്തിന് മറ്റ് ചോദ്യങ്ങളെല്ലാം തോക്കുകയും ഈ ചോദ്യത്തിന് മാത്രം ഉത്തരം പറയുകയും ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കോപ്പി അടിച്ചെന്നാണ്. അതാണ് സംഭവം. പറഞ്ഞാൽ മനസ്സിലാകേണ്ടത്. വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കണം. ദൈവമായിട്ട് ഇടപെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ മിനിമം വോൾട്ടേജ് ഇല്ലാതെ പറ്റത്തില്ല. ഇതൊരു സീരിയസ്, ഞാൻ എന്നും നിങ്ങളോട് കാലയെ പിടിച്ച് പറഞ്ഞിട്ടുള്ളൊരു സത്യമാണ്. ദൈവമായിട്ട് ഇടപെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണാടിയിൽ നിങ്ങളെ കാണുന്ന പോലെ പരിശുദ്ധാത്മാവിനെ ഫ്രണ്ടിൽ കാണണം. എന്നിട്ട് നിങ്ങൾ നിരന്തരമായിട്ട് പരിശുദ്ധാത്മാവെ പ്രാർത്ഥിക്കണം. ഒന്ന് കൈ നെഞ്ചത്ത് വെച്ചേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവസ്നേഹത്തിൽ വളരാൻ വിശേഷവിദ്യയായ സാക്ഷ്യത്തിനായി പരിശുദ്ധാത്മാവിനാൽ എന്നെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവിനാൽ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 മഹത്വം, ആരാധന. ഹല്ലേലൂയ. കൈയടിച്ചുകൊണ്ട് ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗ്ഗം തുറന്നിറങ്ങി നീ വരണേ. ദൈവമേ വരണേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. നിമിഷം മൗനമായി നിങ്ങളുടെ ജീവിത വിഷമങ്ങളും വേദനകളും ഇപ്പോൾ നിങ്ങൾ അലട്ടുന്ന ജീവിത പ്രശ്നങ്ങളും ഓൺലൈനിലുള്ളവരും ഇവിടെ ഉള്ളവരും ഇപ്പോൾ മനസ്സിലോർക്കുക. മാതാവ് ആ വിഷയം അതുപോലെ എടുത്ത് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കാൻ പോകുന്ന സമയമാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു. ഈശോ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ ഈശോ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈ അൾത്തറയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ അങ്ങയുടെ അവകാശവും അങ്ങനെ ഓഹരിയുമാകുന്ന ജനങ്ങളുടെ മേലെ കർത്താവിൻ്റെ രക്തം തളിക്കപ്പെടട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശു ക്രിസ്തു നാമത്തെ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടേണേ സുഖമായി എന്നെ അരികിൽ വരേ സദയം
തുടേണേ സുഖമായിടും എൻ്റെ എൻ്റെ മക്കളെ, ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട പുണ്യഭൂമിയാണ്. 10,000 സുഖപ്പെടുത്തപ്പെട്ട ദൈവാനുഭവം പ്രാപിച്ച് ജീവിതം വീണ്ടെടുത്ത സ്ഥലത്തിലേക്ക് ദൈവം ഈ കണ്ണീരിൻ്റെ കാലത്ത് ദൈവപൈതലെ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത് നിൻ്റെ ആഗ്രഹത്തെക്കാൾ ഉപരി ദൈവത്തിൻ്റെ ആകർഷണമാണ്. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. സദയം തുടേണേ സുഖമായിടും എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, ഓരോ മകൻ്റെ പേരും മകന് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ ശക്തി, കർത്താവിൻ്റെ തിരുമുറിവാർന്ന അനുഗ്രഹത്തിൻ്റെ ആണിപ്പെടുത്താറുന്ന അത്ഭുത കരം, അടിപ്പിണർ പോലെ, വൈദാഘാതം പോലെ ദൈവികമായ ശക്തി നിങ്ങളിലേക്ക് ആവശ്യിക്കട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ, ദുരിതങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. സദയം തുടേണേ സുഖമായിടും എൻ്റെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം മുട്ടേ നിൽക്കുക. സംഭാവനാശീർവാദം. ദൈവപിതാവേ, ഞങ്ങളുടെ ഉടമ്പടി യാത്രയെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എടുത്തിരിക്കുന്ന ഉടമ്പടിയെ ഏറ്റെടുത്ത് പുഷ്പമണിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ 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 മരിയ, ആവേ 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 മരിയ. മകനുടെ നിഴലായി നീങ്ങും സ്നേഹിതയാണമ്മ, എന്നുടെ മിഴി നനയും നേരം ഒഴുകും മിഴിയമ്മ. മകനുടെ നിഴലായി നീങ്ങും സ്നേഹിതയാണമ്മ, എന്നുടെ മിഴി നനയും